പ്രപഞ്ചം ഓരോ തന്മാത്രയിലും മഹാത്ഭുതങ്ങൾ ഉൾക്കൊള്ളുന്ന വിശ്വമഹാപ്രപഞ്ചം. സസ്യജന്തു ജീവജാലങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമാണ് മനുഷ്യജന്മം. ആഹാരം, പാർപ്പിടം, വസ്ത്രം, മനുഷ്യ സംസ്കൃതിയുടെ 3 പ്രാഥമിക അനിവാര്യതകൾ. പ്രാകൃതമായ കാട്ടുജീവിതത്തിന്റെ വന്യതയിൽ നിന്നും സാമൂഹിക ജീവിതത്തിലേക്കുള്ള പരിണാമത്തിനിടെ മാനവരാശി ശുചിത്വത്തിന്റെ ആദ്യപാഠങ്ങൾ പ്രകൃതിയിൽ നിന്നും പഠിച്ചു. വൈവിധ്യങ്ങളുടെ കലവറയായ ഇന്ത്യൻ ഭൂമികയിൽ മലയാളിയുടെ ശുചിത്വവും ആരോഗ്യ പരിപാലനവും ഏറെ പ്രകീർത്തിക്കപ്പെട്ടതാണ്. രണ്ടാം ലോകമഹായുദ്ധം. ഭൂമിയുടെ ഹൃദയം നിലച്ച ദിനരാത്രങ്ങൾ, ദുരന്തങ്ങൾ, കെടുതികൾ, എങ്ങും വിശപ്പും ദാരിദ്ര്യവും. അതിജീവനത്തിന്റെ പുതുവഴികൾക്കായി ലോകരാഷ്ട്രങ്ങൾ പരീക്ഷണശാലകളെ ആശ്രയിച്ചപ്പോഴാണ് കെമിക്കൽ ഇൻഡസ്ട്രിയിൽ ഒരു വസന്തം പിറന്നത്. സിന്തറ്റിക് ഡിറ്റർജന്റുകൾ. സസ്യമൃഗക്കൊഴുപ്പുകളാൽ നിർമ്മിക്കപ്പെട്ട സോപ്പ് ഉൽപ്പന്നങ്ങൾക്ക് പുതിയ കാലത്തിന്റെ ആവശ്യങ്ങളെ നിറവേറ്റാൻ കഴിയാതെ വന്നപ്പോൾ സിന്തറ്റിക് ഡിറ്റർജന്റുകൾ ലോകം കീഴടക്കി. ജർമ്മനി, അമേരിക്ക, ഇംഗ്ലണ്ട് പോലെയുള്ള വികസിത രാജ്യങ്ങളിൽ ആളോഹരി ഡിറ്റർജന്റ് ഉപയോഗം 12.8 കിലോഗ്രാമിലും 14.8 കിലോഗ്രാമിനും ഇടയിലായിരുന്നു. അതിശയമായി തോന്നാം. ഇന്ത്യ രാജ്യത്ത് പക്ഷേ അത് കേവലം 1.2 കിലോഗ്രാം മാത്രമായിരുന്നു. പക്ഷേ വർത്തമാനകാലത്ത് ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും വളർച്ചാ നിരക്കുള്ള വാണിജ്യ മേഖലയായി മാറിക്കഴിഞ്ഞു ഡിറ്റർജന്റ് വ്യവസായം. IBEFന്റെ കണക്കനുസരിച്ച് ഇന്ത്യൻ മാർക്കറ്റിന്റെ ഉപഭോഗ വളർച്ച 2003-ൽ 11.6%ആണെങ്കിൽ 2015-ൽ അത് 33.4%-ആയി ഉയരുകയാണ്. റോസ്ബേ കെമിക്കൽസ് ആൻഡ് ഡിറ്റർജന്റ് ലക്ഷ്യം വയ്ക്കുന്നത് ഈ മാർക്കറ്റിംഗ് സാഹചര്യത്തെയാണ്. പ്രമുഖ കമ്പനിയിൽ കെമിസ്റ്റായിരുന്ന പയ്യമ്പുനത്തിൽ ജാഫറിന് ഒരു സ്വപ്നമുണ്ടായിരുന്നു. താൻ ജോലി ചെയ്യുന്ന കമ്പനിയിലെ കസ്റ്റമർ കെയറിലേക്ക് വരുന്ന പരാതികൾ പരിഹരിച്ചുകൊണ്ടുള്ള ഉദാത്തമായ ഡിറ്റർജന്റ് ഉൽപ്പന്നങ്ങൾ. വർഷങ്ങൾ നീണ്ട പരീക്ഷണങ്ങൾക്കൊടുവിൽ അദ്ദേഹം ലക്ഷ്യം സാക്ഷാത്കരിച്ചു. അതത്രേ റോസ്ബേ കെമിക്കൽസ് ആൻഡ് ഡിറ്റർജന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. IV ഡിറ്റർജന്റ് പൗഡർ വിത്ത് കളർ ഗാർഡ്, എക്സ്ട്രാ ബ്രൈറ്റ്, എക്സ്ട്രാ ക്ലീൻ ഫ്രം റോസ്ബേ. അന്താരാഷ്ട്ര ഗുണനിലവാരം, എൻസൈംസ്, ഓക്സിജൻ റിലീസ് ആക്ടിവിറ്റി, ഒപ്റ്റിക്കൽ വൈറ്റ്നർ, കളർ ഗാർഡ്, സ്കിൻ സോഫ്റ്റ്നർ എന്നിവയടങ്ങിയ ഫോർമുലേഷൻ. റോസ്, ജാസ്മിൻ, ലെമൺ എന്നീ വ്യത്യസ്ത ഫ്ലേവറുകളിൽ IV ഡിറ്റർജന്റ് പൗഡർ ഫ്രം റോസ്ബേ. ഗ്രീൻ ഫ്രോഗ് ലക്ഷറി കാർ വാഷ്, എ പ്രോഡക്റ്റ് ഫ്രം റോസ്ബേ. രാജ്യത്തെ പ്രമുഖ കാർ നിർമ്മാതാക്കൾ ശുപാർശ ചെയ്യുന്ന ഇന്റർനാഷണൽ ഗുണനിലവാരം. സോഡിയം ക്ലോറൈഡ്, ഫോസ്ഫേറ്റ്, ക്ലോറിൻ തുടങ്ങിയ രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടില്ലാത്ത ബയോഡീഗ്രേഡബിൾ സർഫാക്ടന്റ്. പാത്രങ്ങൾ അനായാസം കഴുകി വൃത്തിയാക്കാനുള്ള ലിക്വിഡ് ഡിറ്റർജന്റ്. pH ബാലൻസ് ടെക്നോളജി. ക്ലീനോൾ ഡിഷ് വാഷ് ലിക്വിഡ് ഫ്രം റോസ്ബേ. കരുത്തുറ്റ ബേൺ മാർക്ക് റിമൂവിംഗ് എബിലിറ്റി ഫോർമുലേഷനിലും പ്രോസസ്സിംഗിലും നൂതന ടെക്നോളജി. ക്ലീനോൾ.
റോസ് ബേയുടെ രജിസ്ട്രേഡ് ഓഫീസ് കോഴിക്കോട് ജാഫർ ഖാൻ കോളനിയിലെ മില്ലേനിയം കാസലിലും, തെന്നിന്ത്യൻ വിപണിയെ ലക്ഷ്യമാക്കി കോർപ്പറേറ്റ് ഓഫീസ് ബാംഗ്ലൂരിലെ നന്ദി ദുർഗ റോഡിലും പ്രവർത്തിക്കുന്നു. നിലവിലുള്ള ഫാക്ടറി കോഴിക്കോട് ജില്ലയിലെ അത്തോളിയിലാണ്. മാർക്കറ്റിലെ ആവശ്യമനുസരിച്ച് ഉൽപ്പന്നങ്ങൾ നൽകാൻ കഴിയാത്തതിനാൽ പുതിയ ഫാക്ടറിക്ക് വേണ്ടി പാലക്കാട് നഗരത്തിൽ നിന്നും 6 കിലോമീറ്റർ അകലെ ആവശ്യമായ സ്ഥലം കമ്പനി വാങ്ങിക്കഴിഞ്ഞു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു ഹൈടെക് ഫാക്ടറിയാണ് റോസ് ബേ വിഭാവനം ചെയ്യുന്നത്. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയും മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള വിതരണ സൗകര്യവും വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമാണ് പാലക്കാട് തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം. ലളിതമായ ഉപയോഗം, തിളങ്ങുന്ന വൃത്തി, ഹൃദ്യമായ സുഗന്ധം, കൈകൾക്ക് സുരക്ഷ, അലർജിയിൽ നിന്നും ത്വക്ക് രോഗങ്ങളിൽ നിന്നും വിമുക്തി. ഇന്ത്യൻ വിപണിയിൽ റോസ് ബേ ഉൽപ്പന്നങ്ങളുടെ രാജകീയമായ യാത്രയ്ക്ക് തുടക്കമായി. ഉപയോഗിച്ചവരുടെ നല്ല വാക്കുകൾ പ്രചരിച്ചതായിരുന്നു റോസ് ബേയുടെ ആദ്യ വിജയം. ഹൈടെക് ഫാക്ടറി നിലവിൽ വരുന്നതോടെ ആധുനിക ദൃശ്യ ശ്രവ്യ അച്ചടി സൈബർ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിയാവും മാർക്കറ്റിംഗ്. ഗാർഹിക ആവശ്യങ്ങൾക്ക് മാത്രമല്ല, വൻകിട ഹോട്ടൽ ശൃംഖലകൾ, റിസോർട്ടുകൾ, ഹോസ്പിറ്റലുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഫുഡ് പ്രോസസ്സിംഗ് ഫാക്ടറികൾ, ഓട്ടോമൊബൈൽസ് കമ്പനികൾ, ടെക്സ്റ്റൈൽസ് മില്ലുകൾ, തുകൽ ഫാക്ടറി തുടങ്ങി വൻ സംരംഭകർക്ക് ഉൽപ്പന്നങ്ങൾ നേരിട്ടെത്തിക്കാൻ കമ്പനി ധാരണയായിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റും റോസ് ബേ ലക്ഷ്യം വയ്ക്കുന്ന പ്രധാന വിപണിയാണ്. ഉന്നത ഗുണനിലവാരമുള്ള ഹാൻഡ് വാഷ്, സാരി ഷാംപൂ, ഫ്ലോർ ക്ലീനർ, വാളൻപുളിയും വിനാഗിരിയും ചേർത്ത് നിർമ്മിക്കുന്ന ഡിഷ് വാഷ് പൗഡർ തുടങ്ങിയ FMCG ഉൽപ്പന്നങ്ങൾ റോസ് ബേ ലാബിൽ വികസിപ്പിച്ചു വരികയാണ്. പയ്യംപുനത്തിൽ ജാഫർ, മാനേജിംഗ് ഡയറക്ടറും ചീഫ് കെമിസ്റ്റുമായി റോസ് ബേ പ്രവർത്തനം ആരംഭിച്ചത് 2008-ലാണ്. ഷാർജ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ടെക്സാസ് മാനേജ്മെന്റ് കൺസൾട്ടൻസിയുടെ MD ഷാഹുൽ ഹമീദ് പാണക്കാട്, ദുബായിൽ പ്രവർത്തിക്കുന്ന ഫ്രഷ് ഫുഡ്സ് ഇന്റർനാഷണൽ LLC MD അബ്ദുൽ നാസിർ MP തുടങ്ങിയവരാണ് റോസ് ബേയുടെ പ്രധാന സാരഥികൾ. ഭൂമിയിലെ ഏത് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്കും സമൂഹത്തിലെ മുഴുവൻ സുമനസ്സുകളുടെയും പ്രാർത്ഥന പിൻബലമായി ഉണ്ടായിരിക്കുമെന്ന വിശ്വാസത്തിലാണ് ഞങ്ങളുടെ യാത്ര. ഈ യാത്രയ്ക്ക് സർവനാഥന്റെ അനുഗ്രഹമുണ്ടാകട്ടെ. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും. നന്ദി.